അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടതാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ക്രേപ്പ് പേപ്പേഴ്സ് വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവറാണ്. അപ്പം സ്റ്റോറി കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു അവർക്കൊക്കെ സ്കൂളിൽ കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ക്രാഫ്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ദിവസമായി വീഡിയോ എടുക്കണമെന്ന് ഓർത്തിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലിപ്പിങ്സ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ക്ലിപ്പിങ്സ് അല്ല, ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ച ക്ലിപ്പിങ്സ് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പേപ്പറിൻ്റെ പേര് ക്രേപ്പ് പേപ്പർ എന്നാണ്. അപ്പോൾ ഇതെല്ലാ ലേഡി സ്റ്റോറിലും ഫാൻസി സ്റ്റോർ ഒരുപാട് പൈസ ഒന്നും ആവത്തില്ല, 30 രൂപ 40 രൂപയ്ക്ക് ഒക്കെ ഒരു ഷീറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 3-4 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാം സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മടക്കിയിട്ട് അതിൻ്റെ സെൻട്രൽ പോർഷനിൽ നമ്മൾ ഒന്നെങ്കിൽ നൂൽക്കമ്പി വെച്ച് കെട്ടാം, അതല്ലെങ്കിൽ ഞാനിപ്പോൾ സിമ്പിളായിട്ടൊരു ഈർക്കിലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് നമ്മൾ അതിൻ്റെ സെൻട്രൽ പോർഷൻ നോക്കിയിട്ട് ഒരു ഈർക്കിലി വെച്ചിട്ട് നമ്മൾ നൂല് വെച്ചിട്ടോ നൂൽക്കമ്പി വെച്ചിട്ടോ കെട്ടിയതിന് ശേഷം നമ്മൾ പൂവിൻ്റെ ഇതള് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടർത്തി വെക്കുന്നുള്ളൂ. അതാണ് ആ ഒരു പൂ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ റോസ് ഫ്ലവർ ആണ്. അത് നമ്മൾ കറക്റ്റ് ചതുരമായിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോണോട് കോൺ മടക്കുക. അത് ഈ കാണിക്കുന്ന പോലെ കണ്ടോ. അതൊന്ന് ഇങ്ങനെ തേച്ചൊന്ന് കൈ കൊണ്ട് വിടുക, എന്നിട്ട് അത് നടുക്കൂടെ ഒന്നും കൂടെ താഴേക്ക് മടക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അപ്പം നമ്മൾ പെറ്റലാണിത്, നമ്മളുടെ ആ ഫ്ലവറിൻ്റെ പെറ്റലാണ്. അതപ്പോൾ അതിൻ്റെ അടിഭാഗം നമ്മൾ കൂട്ടി പിടിച്ചിട്ട് അതിൻ്റെ ആ സൈഡൊക്കെ നമ്മളൊന്ന് നീറ്റായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഇതാക്കി കൊടുക്കുക, എന്നാലേ ഉള്ള ആ പെറ്റലിൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈർക്കിലി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു 5-6 പെറ്റൽസ് ഉണ്ടാക്കുക. എത്ര പെറ്റൽസ് ഉണ്ടാക്കുന്നോ അത്രയും ഭംഗിയായിരിക്കും ആ പൂവിന്. ഞാനൊരു 6-7 പെറ്റൽസ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ പല വലുപ്പത്തിലും ഉണ്ടാക്കുക, അതായത് അകത്തിരിക്കുന്ന പെറ്റൽസിനെല്ലാം ചെറിയ വലുപ്പവും പുറത്തേക്ക് വരും തോറും വലിയ പെറ്റൽസും, ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ റോസ് ഫ്ലവറിന് കുറച്ചും കൂടെ ഭംഗി വരും. അപ്പോൾ അത് നൂൽക്കമ്പി വെച്ചോ നൂല് വെച്ചോ കെട്ടി ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് ആ പെറ്റൽസ് ഒക്കെ ഒന്ന് പുറകിലേക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മലർത്തി കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂവാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മളൊരു മഞ്ഞ ചെമ്പരത്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. ചെമ്പരത്തിയുടെ ഇതൾ എല്ലാവർക്കും അറിയാം, ഇലയും എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്ത് നമ്മൾ ഒന്നിച്ച് വെച്ച് ഒട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ, വേറെ എക്സ്ട്രാ പണിയൊന്നും ചെയ്തിട്ടില്ല. ഒരു ചതുരത്തിൽ ഒരു പീസ് എടുക്കുക, എന്നിട്ട് അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെക്കുക. എന്നിട്ട് 2 സൈഡും ഒരുപോലെ കിട്ടാനായിട്ട് എളുപ്പത്തിന് നമ്മൾ ഒന്നെങ്കിൽ വരച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് വെട്ടാൻ അറിയാവുന്നവരാണെങ്കിൽ വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങ് വെട്ടിയാൽ മതി. ഞാനങ്ങ് ജസ്റ്റ് വെട്ടി വിടുവാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു എതളിൻ്റെ ഷേപ്പിൽ വെട്ടിയിട്ട് ഇങ്ങനെ നടുക്കൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. കണ്ടോ, കറക്റ്റ് നമ്മളുടെ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറും പേപ്പറിൻ്റെ ഒരു ടെക്സ്ചറും ഒക്കെ അതുപോലെ തന്നെയാണ്. എന്നിട്ട് ഇതുപോലെ 5 ഇതൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈർക്കിലിയിലോട്ട് സാധാരണ ചെയ്ത പോലെ തന്നെ ചേർത്ത് വെച്ച് കമ്പി വെച്ചോ നൂല് വെച്ചോ കെട്ടി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഫ്ലവേഴ്സ് ആണ്. നമ്മൾ ഏത് ഫ്ലവർ ആണോ ഉണ്ടാക്കുന്നത് ആ ഷേപ്പിൽ നമ്മൾ വെട്ടി അങ്ങോട്ട് ഒട്ടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം ഇത് ഈസി ആയിട്ട് സ്കൂളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്